ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ ശതമാനവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? വിജയിച്ച കുട്ടികളുടെ എണ്ണം 23,128. കുട്ടികളുടെ വിജയ ശതമാനം 49.3%. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എക്സ് എന്നെടുത്താൽ എങ്ങനെ? എക്സ് ഇൻറ്റു 49.3/100 ഈക്വൽ ടു 23,128. അതായത് ആകെ കുട്ടികളുടെ എണ്ണം ഇൻറ്റു വിജയ ശതമാനം ഈക്വൽ ടു ജയിച്ചവരുടെ എണ്ണം. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം എന്നുള്ളത് എക്സ് എന്നെടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു 49.3/100 ഈക്വൽ ടു 23,128. എക്സ് ഈക്വൽ ടു 23,128 ഇൻറ്റു 100/49.3. സോൾവ് ചെയ്യുമ്പോൾ 46,913 എന്ന് കിട്ടും. അപ്പോൾ ആകെ പരീക്ഷ എഴുതിയ ആകെ കുട്ടികൾ എന്ന് പറയുന്നത് 46,913 കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? 60% ആൺകുട്ടികളാണെന്ന് പറയുമ്പോൾ 40% പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എക്സ് എന്ന് കരുതുക. അപ്പോൾ എക്സ് ഇൻറ്റു 40/100 ഈക്വൽ ടു 500. അപ്പോൾ എക്സ് ഈക്വൽ ടു 500 ഇൻറ്റു 100/40 ഈക്വൽ ടു 1250. അപ്പോൾ ആകെ കുട്ടികൾ എന്ന് പറയുന്നത് 1250 പേരാണ്. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടിയാൽ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാം. 60% ആൺകുട്ടികളുടെ ശതമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1250 ഇൻറ്റു 60/100 ചെയ്താൽ നമുക്ക് 750 കിട്ടും. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം 750. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 തന്നിട്ടുണ്ട്. അപ്പോൾ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? ആദ്യം ആകെ കുട്ടികളുടെ എണ്ണം കണക്കാക്കണം. ആകെ കുട്ടികളുടെ എണ്ണം കാണാൻ നമുക്ക് തന്നിട്ടുണ്ട് 30% കുട്ടികൾ വിജയിച്ചു. അതുപോലെ വിജയിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 60 ആണെന്ന്. അതിൽ നിന്ന് നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാം. ആകെ കുട്ടികളുടെ എണ്ണം എക്സ് എന്ന് വിചാരിച്ച് എക്സ് ഇൻറ്റു 30/100 ഈക്വൽ ടു 60. അപ്പോൾ എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 100/30 ഈക്വൽ ടു 200. അപ്പോൾ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം പറയുന്നത് 200 മൈനസ് 60 120. അടുത്ത ക്വസ്റ്റ്യൻ, 1 ഗ്രാം സ്വർണത്തിന് 4,500 രൂപ നിരക്കിൽ 10 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണമോതിരം വാങ്ങിയപ്പോൾ വിലയുടെ 3% GSTയും 10% പണിക്കൂലിയും നൽകേണ്ടി വന്നു. കൂടാതെ പണിക്കൂലിയുടെ 5% GSTയും നൽകേണ്ടി വന്നു. അപ്പോൾ ഈ മോതിരത്തിൻ്റെ വില എത്രയാണ്? 1 ഗ്രാം സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് 4,500 രൂപയാണ്. അതുപോലെ 10 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരമാണ് വാങ്ങിയത്. അപ്പോൾ 10 ഗ്രാം സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് 4,500 ഇൻറ്റു 10 45,000 രൂപ. അതിൻ്റെ 3% GST കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ 45,000ൻ്റെ 3% എന്ന് പറയുന്നത് 1,350. 3% GST എന്ന് പറയുന്നത് 1,350. അതുപോലെ 10% പണിക്കൂലി കൊടുത്തു വന്നു. അപ്പോൾ 45,000ൻ്റെ 10% എന്ന് പറയുന്നത് 4,500. പണിക്കൂലിയുടെ 5% GST കൊടുത്തു വരണം. അപ്പോൾ പണിക്കൂലി കണ്ടത് 4,500 രൂപയാണ്. അപ്പോൾ 4,500 രൂപയുടെ 5% GST കൊടുത്തു. അപ്പോൾ 4,500 ഇൻറ്റു 5/100 225. അപ്പോൾ പണിക്കൂലിയുടെ GST പറയുന്നത് 225. അപ്പോൾ ആകെ നൽകേണ്ട തുക എന്ന് പറയുന്നത് 10 ഗ്രാം സ്വർണത്തിൻ്റെ വില 45,000 രൂപ പ്ലസ് അതുപോലെ 3% GST 1,350 രൂപ പ്ലസ് 10% പണിക്കൂലി 4,500 രൂപ പ്ലസ് പണിക്കൂലിയുടെ 5% GST 225. മൊത്തം 51,075 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 30%വും 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ. ഒരു സംഖ്യയുടെ 30%വും 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ. 70%ൻ്റെയും 30%ൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞ സംഖ്യ പറയുന്നത് 60 ആണ്. 70% മൈനസ് 30% ഈക്വൽ ടു 60. അപ്പോൾ 70% മൈനസ് 30% എന്ന് പറയുന്നത് 40%. 40% എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള സംഖ്യ എക്സ് എന്നെടുത്താൽ
എക്സ് ഇൻറ്റു 40% ഈക്വൽ ടു 60. ദെൻ എക്സ് ഇൻറ്റു 40/100 ഈക്വൽ ടു 60. എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 100/40 ഈക്വൽ ടു 150. ആൻസർ 150. അടുത്ത ക്വസ്റ്റ്യൻ 240-ൻ്റെ 16/2/3% ഈക്വൽ ടു ഡാഷ്. 240-ൻ്റെ 16/2/3% എന്ന് പറയുമ്പോൾ 240 ഇൻറ്റു 16/2/3%. അപ്പോൾ 240 ഇൻറ്റു 50 വിഷമഭിന്നമാക്കുക, മിശ്ര ഭിന്നത്തെ വിഷമഭിന്നമാക്കുക, 50/3 എന്ന് കിട്ടും. അപ്പോൾ 240 ഇൻറ്റു 50/3 ഇൻറ്റു പെർസെൻറ്റേജ് 1/100. ആൻസർ 40. അടുത്ത ക്വസ്റ്റ്യൻ 25 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് 3.5 കിലോഗ്രാം? 25 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് 3.5 കിലോഗ്രാം? ഇത് കാണാൻ 3.5 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 25 കിലോഗ്രാം ഇൻറ്റു 100. അപ്പോൾ 14% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 100 എന്നത് 400-ൻ്റെ എത്ര ശതമാനമാണ്? 100 എന്നത് 400-ൻ്റെ എത്ര ശതമാനമാണ്? അത് കാണാൻ 400 ഇൻറ്റു 400-ൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 400 ഇൻറ്റു x/100 ഈക്വൽ ടു 100. അപ്പോൾ 4x ഈക്വൽ ടു 100. എക്സ് ഈക്വൽ ടു 100/4. 100/4 എന്ന് പറയുമ്പോൾ 25%. അപ്പോൾ 100 എന്നത് 400-ൻ്റെ 25%. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണ്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതർ ആണ്? ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണ്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതർ ആണ്? ആകെ ജനസംഖ്യ x എന്നും രോഗബാധിതരായ സ്ത്രീകളുടെ എണ്ണം y എന്നെടുക്കാം. ആകെ ജനസംഖ്യ എന്നുള്ളത് x എന്നും രോഗബാധിതരായ സ്ത്രീകളുടെ എണ്ണം y എന്നെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു എന്ന്. അപ്പോൾ 50% ജനങ്ങൾ ഈക്വൽ ടു 300. അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 50/100 ഇൻറ്റു ജനങ്ങൾ എന്നുള്ളത് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ 50/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 100. അപ്പോൾ എക്സ് കാണാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 600 എന്ന് കിട്ടും. അപ്പോൾ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 600 ആണെന്ന് കിട്ടി. അതുപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണെന്ന്. അപ്പോൾ 25% ആളുകൾ കോവിഡ് ബാധിതരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25% എക്സ് ഈക്വൽ ടു അതിലെങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് 100 പേർ പുരുഷന്മാരും അതുപോലെ 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്പോൾ 25% എക്സ് ഈക്വൽ ടു 100 + 10 + y. y മീൻസ് y എന്ന് പറയുന്നത് സ്ത്രീകൾ. അപ്പോൾ 25% എക്സ് ഈക്വൽ ടു 100 + 10 + y. അപ്പോൾ 25% എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 600 എന്ന്. അപ്പോൾ 25% ഇൻറ്റു 600 ഈക്വൽ ടു 100 + 10 + y. അപ്പോൾ അതിന് നമുക്ക് y കണ്ടെത്താം. y ഈക്വൽ ടു 25 ഇൻറ്റു 6 - 110 ഈക്വൽ ടു 40. അപ്പോൾ രോഗബാധിതരായ സ്ത്രീകളുടെ എണ്ണം 40. അടുത്ത ക്വസ്റ്റ്യൻ സുധ രാധയുടെ 48% മാർക്കും സുനിൽ രാധയുടെ 60% മാർക്കും നേടി. സുധ സുനിലിൻ്റെ P% മാർക്ക് നേടിയാൽ P എത്ര? സുധ രാധയുടെ 48% മാർക്കും സുനിൽ രാധയുടെ 60% മാർക്കും നേടി. സുധ സുനിലിൻ്റെ P% മാർക്കും നേടിയാൽ P എത്ര? അപ്പോൾ രാധയുടെ മാർക്ക് x എന്ന് വയ്ക്കുക. അപ്പോൾ സുധയുടെ മാർക്കിനെ നമ്മൾ എങ്ങനെ എഴുതാം? സുധയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ രാധയുടെ 48% മാർക്കാണ്. അപ്പോൾ 48% 48/100 ഇൻറ്റു എക്സ്. എക്സ് എന്നുള്ളത് രാധയുടെ മാർക്ക്. അപ്പോൾ രാധയുടെ മാർക്കിൻ്റെ 48%. അപ്പോൾ 48/100 ഇൻറ്റു എക്സ്. അപ്പോൾ സുനിലിൻ്റെ മാർക്ക് എങ്ങനെ എഴുതാം? 60% എന്ന് പറഞ്ഞിട്ടുണ്ട്. രാധയുടെ മാർക്കിൻ്റെ 60%. അപ്പോൾ 60/100 ഇൻറ്റു എക്സ്. അപ്പോൾ സുധയുടെ മാർക്ക് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞിട്ടുണ്ട്?
സുനിലിൻ്റെ P% മാർക്ക് ആണ്. അതുപോലെ സുധ സുനിലിൻ്റെ P% മാർക്ക് നേടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുധയുടെ മാർക്ക് ഈക്വൽ ടു P% സുനിലിൻ്റെ മാർക്ക്. അപ്പോൾ സുധയുടെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 48/100 ഇൻറ്റു എക്സ്. അപ്പോൾ 48/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു P% സുനിലിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ P% ഇൻറ്റു സുനിലിൻ്റെ മാർക്ക്. P% എന്ന് പറയുമ്പോൾ P/100 ഇൻറ്റു സുനിലിൻ്റെ മാർക്ക് നമ്മൾ പറഞ്ഞു 60/100 ഇൻറ്റു എക്സ്. അപ്പോൾ 48/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു P/100 ഇൻറ്റു 60/100 എക്സ്. ദെൻ P ഈക്വൽ ടു 48 ഇൻറ്റു 100/60 എന്ന് കിട്ടും. അപ്പോൾ P ഈക്വൽ ടു 80. ആൻസർ 80. ഇന്ന് നമ്മൾ നോക്കിയത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ശതമാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.